ആദ്യത്തെ C++ പ്രോഗ്രാം എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് എപ്രകാരം C++ പ്രോഗ്രാം എഴുതാം, ഇത് കമ്പൈൽ ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം, ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും. ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 11.10, ഉബുണ്ടുവിലെ G++ കമ്പൈലർ വെർഷൻ 4.5.2. ഈ ട്യൂട്ടോറിയലിനായി ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു എഡിറ്ററും അറിഞ്ഞിരിക്കണം. ചില എഡിറ്ററുകൾ Vim, gedit. ഈ ട്യൂട്ടോറിയലിനായി gedit ഉപയോഗിക്കുന്നു. ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു ഉദാഹരണത്തോടെ C++ പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്ന് വിശദീകരിക്കാം. Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക. ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുവാനായി ടെർമിനലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക: gedit സ്പേസ് talk.cpp സ്പേസ് &, പ്രോംപ്റ്റ് ഫ്രീ ആക്കുവാനായി & ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, എല്ലാ C++ ഫയലുകൾക്കും .cpp എന്ന എക്സ്റ്റൻഷൻ ഉണ്ട്. എന്റർ പ്രസ് ചെയ്യുക. ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുന്നു. ഒരു പ്രോഗ്രാം എഴുതാൻ തുടങ്ങാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുക: // my first C++ program. ഈ വരി കമന്റ് ചെയ്യുവാനാണ് / ഉപയോഗിച്ചത്. ഒരു പ്രോഗ്രാമിന്റെ ഒഴുക്ക് മനസ്സിലാക്കാൻ കമന്റ് ഉപയോഗിക്കുന്നു. ഇത് ഡോക്യുമെന്റേഷനും ഉപകരിക്കുന്നു. ഇത് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരണം നൽകുന്നു. // ഒറ്റവരി കമന്റ് എന്ന് പറയാം. എന്റർ പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്യുക #include സ്പേസ് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റ് അടയ്ക്കുന്ന ആംഗിൾ ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം അതിനുള്ളിൽ എഴുതുന്നത് ഒരു നല്ല രീതിയാണ്. ബ്രാക്കറ്റിനുള്ളിൽ IOStream ടൈപ്പ് ചെയ്യുക. ഇവിടെ IOStream ഒരു ഹെഡർ ഫയലാണ്. C++ലെ അടിസ്ഥാന ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഈ ഫയൽ ഉൾക്കൊള്ളുന്നു. എന്റർ പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്യുക യൂസിങ് സ്പേസ് നെയിംസ്പേസ് സ്പേസ് std എന്നിട്ട് സെമിക്കോളൻ. യൂസിങ് സ്റ്റേറ്റ്മെന്റ് കമ്പൈലറിനെ നിങ്ങൾക്ക് std നെയിംസ്പേസ് ഉപയോഗിക്കണമെന്ന് അറിയിക്കുന്നു. നെയിംസ്പേസിന്റെ ഉദ്ദേശം പ്രോഗ്രാമിലെ പേരുകളുടെ ആശയക്കുഴപ്പം ഒഴിവാക്കുകയാണ്. അതിനായി ഐഡന്റിഫയർസ് ന്റെ പേരുകളെ ലോക്കലൈസ് ചെയ്യുന്നു. അത് അതിന്റേതായ ഒരു അർത്ഥപരിധി സൃഷ്ടിക്കുന്നു. ഒരു നെയിംസ്പേസിൽ നിർവചിക്കപ്പെടുന്നവയെല്ലാം ആ നെയിംസ്പേസിന്റെ അർത്ഥപരിധിക്കുള്ളിലായിരിക്കും. സ്റ്റാൻഡേർഡ് C++ ലൈബ്രറി നിർവചിക്കപ്പെട്ടിരിക്കുന്ന നെയിംസ്പേസ് ആണ് std. എന്റർ പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്യുക int സ്പേസ് മെയിൻ തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ്. മെയിൻ ഒരു പ്രത്യേക ഫങ്ഷനാണ്. ഇത് കാണിക്കുന്നത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഈ വരിയിൽ നിന്ന് തുടങ്ങുന്നുവെന്നാണ്. തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകളെ പരാന്തസിസ് എന്ന് പറയുന്നു. മെയിനിന് ശേഷമുള്ള പരാന്തസിസ് മെയിൻ ഒരു ഫങ്ഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ int മെയിൻ ഫങ്ഷന് ഒരു ആർഗുമെന്റും ഇല്ല. ഇത് ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഡാറ്റ ടൈപ്സിനെ കുറിച്ച് മറ്റു ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം. മെയിൻ ഫങ്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനായി സ്ലൈഡിലേക്ക് പോകാം. എല്ലാ പ്രോഗ്രാമിനും ഒരു മെയിൻ ഫങ്ഷൻ ഉണ്ട്. ഒന്നിൽ കൂടുതൽ മെയിൻ ഫങ്ഷൻ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ കമ്പൈലറിന് ഒരു പ്രോഗ്രാമിന്റെ തുടക്കം മനസ്സിലാക്കാൻ കഴിയില്ല. ശൂന്യമായ പരാന്തസിസ് കാണിക്കുന്നത് മെയിനിന് ഒരു ആർഗുമെന്റ്സും ഇല്ല എന്നാണ്. ആർഗുമെന്റ്സിനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുവാനായി എന്റർ പ്രസ് ചെയ്യുക. തുറക്കുന്ന കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക. ഇത് ഫങ്ഷൻ മെയിനിന്റെ തുടക്കം കാണിക്കുന്നു. അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക. ഫങ്ഷൻ മെയിനിന്റെ അവസാനം ഇത് സൂചിപ്പിക്കുന്നു. ബ്രാക്കറ്റിനുള്ളിൽ 2 പ്രാവശ്യം എന്റർ പ്രസ് ചെയ്യുക. ഒരു വരി മുകളിലേക്ക് കഴ്സർ നീക്കുക. ഇൻഡന്റേഷൻ കോഡ് എളുപ്പത്തിൽ വായിക്കാൻ സഹായിക്കുന്നു. തെറ്റുകൾ വേഗത്തിൽ കണ്ടുപിടിക്കാനും ഇത് സഹായിക്കുന്നു. അതിനാൽ നമുക്കിവിടെ ഒരു സ്പേസ് കൊടുക്കാം.
ടൈപ്പ് ചെയ്യുക കൌട്ട് സ്പേസ് 2 തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ. ടെർമിനലിൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് C++ ഫങ്ഷൻ ആണ് കൌട്ട്. ബ്രാക്കറ്റിന് ശേഷം ഡബിൾ quotesനുള്ളിൽ ടൈപ്പ് ചെയ്യുക. ഡബിൾ quotesനുള്ളിൽ ഉള്ളത് കൌട്ട് ഫങ്ഷൻ പ്രിന്റ് ചെയ്യുന്നു. quotesനുള്ളിൽ ടൈപ്പ് ചെയ്യുക ടോക്ക് ടു a ടീച്ചർ \n. ഒരു പുതിയ വരിക്ക് വേണ്ടിയുള്ളതാണ് \n. ഇതിന്റെ ഫലമായി കൌട്ട് ഫങ്ഷന്റെ എക്സിക്യൂഷന് ശേഷം കഴ്സർ അടുത്ത വരിയിലേക്ക് നീങ്ങുന്നു. എല്ലാ C++ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനവും സെമിക്കോളൻ ഇടണം. ഈ വരിയുടെ അവസാനം ഇത് ടൈപ്പ് ചെയ്യുക. ഒരു സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്ററിനെ പോലെ സെമിക്കോളൻ പ്രവർത്തിക്കുന്നു. എന്റർ പ്രസ് ചെയ്യുക. ഒരു സ്പേസ് കൊടുത്ത് ടൈപ്പ് ചെയ്യുക റിട്ടേൺ സ്പേസ് 0 എന്നിട്ട് സെമിക്കോളൻ. ഈ സ്റ്റേറ്റ്മെന്റ് ഇന്റിജർ 0 തിരികെ നൽകുന്നു. ഫങ്ഷൻ ടൈപ്പ് ഇന്റ് ആയതിനാൽ ഈ ഫങ്ഷൻ ഇന്റിജർ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ അവസാനം സൂചിപ്പിക്കുന്നു. മറ്റൊരു ട്യൂട്ടോറിയലിൽ റിട്ടേൺ വാല്യൂസിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യാം. കൂടെ ഫയൽ സേവ് ചെയ്യുന്നത് നല്ലൊരു ശീലമാണ്. ഇത് നിങ്ങളെ പെട്ടെന്നുള്ള വൈദ്യുതി തകരാറുകളിൽ നിന്ന് രക്ഷിക്കുന്നു. ആപ്ലിക്കേഷൻ ക്രാഷ് ആയാലും ഇത് ഉപകാരപ്പെടും. ഇപ്പോൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാം. ടെർമിനലിലേക്ക് വരിക. ടൈപ്പ് ചെയ്യുക g സ്പേസ് talk.cpp സ്പേസ് -o സ്പേസ് ഔട്ട്പുട്ട്. C++ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പൈലർ ആണ് G++. talk.cpp നമ്മുടെ ഫയലിന്റെ പേര്. -o ഔട്ട്പുട്ട് പറയുന്നത് എക്സിക്യൂട്ടബിൾ ഫയൽ ഔട്ട്പുട്ടിലേക്ക് ചേർക്കപ്പെടുന്നു. എന്റർ പ്രസ് ചെയ്യുക. പ്രോഗ്രാം കമ്പൈൽ ചെയ്യപ്പെടുന്നു. അവസാനം സൃഷ്ടിക്കപ്പെട്ട ഫയൽ ഔട്ട്പുട്ട് ആണെന്ന് ls സ്പേസ് -lrt മനസ്സിലാക്കാം. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. .output ടൈപ്പ് ചെയ്യുക. എന്റർ പ്രസ് ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് ടോക്ക് ടു a ടീച്ചർ എന്ന് കാണിക്കുന്നു. സ്വാഭാവികമായി സംഭവിക്കുന്ന ചില എറർസ് നോക്കാം. ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരിച്ചു വരിക. ഇവിടെ നമുക്ക് അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് ഒഴിവാക്കാം. ഫയൽ സേവ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാൻ ടെർമിനലിലേക്ക് തിരികെ വരാം. നേരത്തെ ഉപയോഗിച്ച കമാൻഡ് ഉപയോഗിച്ച് പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുക. നമ്മൾ ഒരു എറർ കാണുന്നു. talk.cpp ഫയലിൽ 7ാമത്തെ വരിയിൽ ഒരു എറർ കാണിക്കുന്നു. എക്സ്പെക്ടഡ് കർലി ബ്രാക്കറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഇൻപുട്ട്. ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വരാം. നേരത്തെ പറഞ്ഞ പോലെ അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് മെയിൻ ഫങ്ഷന്റെ അവസാനം സൂചിപ്പിക്കുന്നു. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഫയൽ സേവ് ചെയ്യുക. വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യാം. arrow കീ ഉപയോഗിച്ച് നേരത്തെ കൊടുത്ത കമാൻഡുകൾ റീകോൾ ചെയ്യാം. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇത് പ്രവർത്തിക്കുന്നു. മറ്റൊരു സ്വാഭാവികമായ തെറ്റ് കാണിക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ പോകാം. std നീക്കം ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. കമ്പൈൽ ചെയ്യാം. talk.cpp ഫയലിൽ 3ാമത്തെയും 6ാമത്തെയും വരിയിൽ എറർ കാണിക്കുന്നു. എക്സ്പെക്ടഡ് ഐഡന്റിഫയർ ബിഫോർ സെമിക്കോളൻ പിന്നെ cout was not declared in this scope. സ്റ്റാൻഡേർഡ് C++ ലൈബ്രറി ഫങ്ഷൻ ആണ് cout. std നെയിംസ്പേസിന് കീഴിലാണ് എല്ലാ C++ ലൈബ്രറി ഫങ്ഷനും നിർവചിച്ചിരിക്കുന്നത്. അതിനാൽ ഇത് എറർ നൽകുന്നു. ഇപ്പോൾ ഈ എറർ തിരുത്താം. ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വന്ന് std ടൈപ്പ് ചെയ്യുക. ഇത് സേവ് ചെയ്യുക. ഒരിക്കൽ കൂടി കമ്പൈൽ ചെയ്യാം. ഇത് പ്രവർത്തിക്കുന്നു. ഒരു അസൈൻമെന്റ്. നിങ്ങളുടെ പേരും സിറ്റിയും പ്രിന്റ് ചെയ്യാൻ ഒരു പ്രോഗ്രാം എഴുതുക. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഒറ്റവരി കമന്റ് ആണ് നൽകിയത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വരികളുള്ള കമന്റ് നൽകാൻ ശ്രമിക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം
സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.